യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം യേശു തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, 2026 ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വരികയാണ്. പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം നേരുകയാണ്. ഇവിടെ നമ്മുടെ പ്രതിപാദന വിഷയം യോഹന്നാൻ സ്നാപകനാണ്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകനിൽ നിന്നാണ് യേശു തമ്പുരാൻ സ്നാനം സ്വീകരിക്കുന്നത്. യേശു യോഹന്നാന്റെ അടുക്കിലേക്ക് സ്നാനം സ്വീകരിക്കാനായിട്ട് വരും. യോഹന്നാൻ നൽകുന്നത് വെള്ളം കൊണ്ടുള്ള സ്നാനമാണ്, അനുതാപത്തിന്റെ സ്നാനമാണ്. മനുഷ്യരുടെ ഇടയിൽ ഒരു അനുതാപം ഉണ്ടാക്കുവാൻ, ഒരു മാനസാന്തരം ഉണ്ടാക്കുവാനാണ് യോഹന്നാൻ ശ്രമിച്ചത്. യോഹന്നാനെ ദൈവം അയച്ചത് യേശുവിൻ്റെ മുന്നോടിയായിട്ടാണ്, യേശുവിന് സാക്ഷ്യം നൽകുവാനായിട്ടാണ്, യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ടാണ്. ലോകത്തിന്റെ മുൻപിൽ യേശുവിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ സ്നാപകനെ അയച്ചത്. സ്നാപക യോഹന്നാൻ താപസ്യനായിരുന്നു. എലിയായുടെ എല്ലാ അർത്ഥത്തിലും ശക്തിയോടെയും ഭാവത്തോടും കൂടിയാണ് യോഹന്നാൻ വന്നത്. യോഹന്നാൻ ജനങ്ങളെ വിളിച്ചു കൂട്ടി അനുതാപത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. അണലി സന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടിയകലവൻ ആരാ നിങ്ങളെ പ്രേരിപ്പിച്ചത്? കായ്ക്കാത്ത വൃക്ഷങ്ങളിൽ കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്ന നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലെറിയും. ആളുകൾ ഓടിക്കൂടി യോഹന്നാന്റെ അടുക്കൽ. എന്തിനു വേണ്ടി? ഒരു മാനസാന്തരത്തിന് വേണ്ടി, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി. അപ്പോൾ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ യേശുവും യോഹന്നാന്റെ അടുക്കിലേക്ക് സ്നാനം സ്വീകരിക്കാൻ വരികയാണ്. യേശുവിന് സ്നാനത്തിന്റെ ആവശ്യമില്ല, പരമപരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രനാണവൻ. പക്ഷേ ലോകത്തിന് ഈ സ്നാനം ആവശ്യമുണ്ട്. സ്നാപകന് യേശുവിന്റെ സ്നാനം ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? കാരണം യോഹന്നാനെ അയച്ചവൻ യോഹന്നാനോട് പറഞ്ഞിരുന്നു, നീ സ്നാനം നൽകുമ്പോൾ ആരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. എന്നാൽ യോഹന്നാന്റെ അടുക്കിലേക്ക് യേശു വരുന്നപ്പോൾ യേശു അവനെ നോക്കി ജനത്തോട് പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവൻ, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഒരു വലിയ ദർശനമാണിത്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി ഒരു വയസ്സുകാത്തൊരു കുഞ്ഞാടിനെ, ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ പിടിച്ച് പാപികളായ മനുഷ്യരാകൂടെ അവന്റെ തലയിൽ കൈവച്ച് അവനെ പുരോഹിതൻ അങ്ങ് വനാന്തരങ്ങളിലേക്ക് കൊണ്ട് കളയും. എന്തിനു വേണ്ടി? മൃഗങ്ങൾ അവനെ വലിച്ചു കീറി തിന്നു കഴിയുമ്പോൾ ഈ മനുഷ്യരുടെ മുഴുവൻ പാപങ്ങളും മോചിക്കപ്പെടും. അങ്ങനെ ഈ കുഞ്ഞാടിനെ പോലെ വലിച്ചു കീറപ്പെടേണ്ടവൻ, എല്ലാവരുടെയും പാപം വഹിക്കേണ്ടവൻ, എല്ലാവരുടെയും പാപത്താൽ പീഡിപ്പിക്കപ്പെടേണ്ടവൻ. നമുക്കറിയാം, കാലത്തിന്റെ പൂർണ്ണതയിൽ നമുക്കിത് കാൽവരിയിൽ നന്നായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ദൈവത്തിന്റെ കുഞ്ഞാട്, പാപങ്ങളെ മോചിക്കുന്നവൻ. അവൻ ഈ പാപമെല്ലാം, മനുഷ്യന്റെ എല്ലാ പാപവും സ്വന്തം ജീവിതത്തിൽ ആവഹിച്ച് അവർക്ക് പരിഹാരം ചെയ്യുവാനായിട്ട് കടന്നു വന്നവനാണ് യേശു ക്രിസ്തു. അതാണ് യോഹന്നാൻ അവരോട് പറയുന്നത്. അപ്പോൾ യോഹന്നാന് കിട്ടിയ ദർശനമാണ് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുവോ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം എടുത്ത് വായിച്ചാൽ യേശുവിന്റെ മാമോദീസ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു മാമോദീസയിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ തടയുമെങ്കിലും
എല്ലാം പൂർത്തിയാകുവാൻ വേണ്ടി യേശുവിൻ്റെ മാമോദിസായ്ക്ക് യോഹന്നാൻ സമ്മതിക്കും. സാധാരണ മനുഷ്യനെ പോലെ ജോർദാനിൽ ഇറങ്ങും. മാമോദിസ അവൻ മുങ്ങപ്പെടും. മുങ്ങിപ്പൊങ്ങിയപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ കാണുന്നുണ്ട്. സ്വർഗം തുറക്കപ്പെടുന്നു. അതെ, ഈ പുത്രനെ സ്വീകരിക്കുവാൻ സ്വർഗം തുറക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേലിറങ്ങി ആവസിക്കുകയാണ്. എന്നിട്ട് സ്വർഗം വിളിച്ചു പറയുകയാണ്, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ സ്വരം കേൾക്കുവീൻ. സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ദൈവനെ ഏറ്റുപറയുന്നു. സ്വർഗത്തിന് സ്വീകാര്യനായവനെ അവൻ കാണിച്ചു തരികയാണ്. ഇവനെയാണ് യോഹന്നാന് വേണ്ടി ഉണ്ടായ സാക്ഷ്യമാണ്. യോഹന്നാൻ യേശുവിനെ തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം യോഹന്നാന് കൊടുത്ത സാക്ഷ്യമാണ്. ഇനി യോഹന്നാന്റെ ജോലി എന്താണ്? യോഹന്നാന്റെ ജോലി എല്ലാവരെയും യേശുവിനെ കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ആ യോഹന്നാനാണ് പറയുന്നത്, അവൻ വളരണം, ഞാൻ കുറയണം. യേശുവിന്റെ വളർച്ച, അവന്റെ ശിഷ്യന്മാരെ മുഴുവനും, യോഹന്നാന്റെ ശിഷ്യന്മാരെ മുഴുവനും യേശുവിനെ പറഞ്ഞയക്കും. യേശുവാണ് വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ. ആദ്യമായി യോഹന്നാനാണ് ലോകത്തോട് പറയുന്നത്, ഇവനാണ് ദൈവത്തിന്റെ പുത്രൻ, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവൻ. പ്രിയ സഹോദരങ്ങളെ, ഈ യോഹന്നാൻ ഒരേ ഒരു ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ, യേശുവിന് സാക്ഷ്യം വഹിക്കുക. നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും പലയിടത്തും നെയിം ബോർഡുകളും സൈൻ ബോർഡുകളും കാണാൻ സാധിക്കും. നെയിം ബോർഡുകളും സൈൻ ബോർഡുകളും. പത്തനംതിട്ട, എന്നിട്ട് ചില സൈൻ കാണും, ആരോ മാർക്ക് അല്ലെങ്കിൽ വട്ടം, ഇങ്ങനെയൊക്കെ സൈൻ ബോർഡുകൾ കാണും. ഇത് മനുഷ്യർക്ക് ഒരു സാക്ഷ്യമാണ്, എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടത് എന്നുള്ള തെളിവാണ്. ഇത് പാപത്തിൽ മുഴുകി ജീവിച്ച ലോകത്തിന്, തിന്മയിൽ മുഴുകി ജീവിച്ച ലോകത്തിന്, ദൈവത്തെങ്കിലേക്ക് തിരിയാൻ കഴിയാത്ത ലോകത്തിന് ദൈവം കൊടുത്ത സാക്ഷ്യമാണ് യോഹന്നാൻ. ദൈവം കൊടുത്ത സൈൻ ബോർഡാണ് യോഹന്നാൻ. ദൈവം കൊടുത്ത നെയിം ബോർഡാണ് യോഹന്നാൻ. അവന്റെ ജീവിതത്തിന് ഒരു ദർശനമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ വളരണം, ഞാൻ കുറയണം. ഇന്ന് യോഹന്നാൻ യേശുവിന് സാക്ഷിയായതുപോലെ മാമോദിസ മുങ്ങിയ ഓരോ ക്രിസ്ത്യാനിയും യേശുവിന്റെ സാക്ഷികളാണ്. ലോകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരെ നമ്മൾ. കാരണം നമ്മിൽ വസിക്കുന്നവനായ യേശു ക്രിസ്തു അതേ നമ്മിൽ ഉറങ്ങിക്കിടക്കേണ്ടവനല്ല, ഉണർന്ന് ജീവിക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ പറയുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ ചിന്തകള്, നിങ്ങളുടെ വാക്കുകള്, നിങ്ങളുടെ പ്രവൃത്തികള്, നിങ്ങളുടെ ജീവിതങ്ങള് അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് മാറണം. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. പ്രസംഗങ്ങളല്ല വലിയ സാക്ഷ്യം, മറിച്ച് ജീവിതമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അന്യമതസ്ഥരുടെ ഇടയിൽ താമസിക്കുന്ന ഒരു നല്ല ക്രിസ്ത്യാനിക്ക് അവരുടെ നല്ല ജീവിതം കൊണ്ട് യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ചരിത്രത്തിൽ അനേക ഉദാഹരണങ്ങളുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വാഹനത്തിലിട്ടൊരു അപ്പനെയും 2 മക്കളെയും കത്തിച്ച് കരിഞ്ഞു കളഞ്ഞപ്പോൾ, കത്തിക്കരിഞ്ഞ് നാമാവിശ്വസ കഴിഞ്ഞപ്പോൾ സാം ഗ്രാഹന്റെ ഭാര്യയ്ക്ക് പറയാൻ സാധിച്ചു, ഞാൻ അവരോട് ക്ഷമിച്ചു, ദൈവം അവരോട് ക്ഷമിക്കട്ടെ എന്ന്. ചരിത്രത്തിലൊരു വലിയ ഗുരുത്തിയുണ്ട്. 14 വയസ്സേ ഉള്ളൂ. ഒരു കശ്മലൻ അവനെ കുത്തി 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 കൊന്നപ്പോഴ് അവനോട് പറഞ്ഞു, നിന്നോട് ഞാൻ ക്ഷമിച്ചു, ദൈവവും നിന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറയുവാൻ സാധിച്ചു. അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക, ക്രിസ്തുവിന്റെ സാക്ഷ്യം കാണിച്ചു കൊടുക്കുക. അതാണ് സുവിശേഷം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, നന്മ ചെയ്യുവാൻ, ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, പൊറുക്കുവാൻ, വിട്ടുകൊടുക്കുവാനുള്ള നല്ല മനസ്സ്. യോഹന്നാൻ ഒരു ചൂണ്ടുവിരലായിരുന്നു, കാണിച്ചു കൊടുത്തു, ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിന്. ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവനാണ്. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഞാൻ ജീവിച്ചിട്ട് ഇത്ര വർഷമായി, 10 വർഷമായി, 30 വർഷമായി, 50 വർഷമായി, 60 വർഷമായി എൻ്റെ ഈ ജീവിതം കൊണ്ട് ദൈവത്തിന് സാക്ഷ്യം നൽകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം, എൻ്റെ വാക്കുകൾ യേശുവിന് സാക്ഷ്യമാകണം, എൻ്റെ പ്രവൃത്തികൾ യേശുവിന് സാക്ഷ്യമാകണം, എൻ്റെ ജീവിതം യേശുവിന് സാക്ഷ്യം. നീ ഓഫീസിൽ പോകുന്നെങ്കിൽ, നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നീ ഒരു വേറിട്ട മനുഷ്യനാണ്. നീ കോളേജിൽ പോകുന്നെങ്കിൽ നീ ഒരു വേറിട്ട മനുഷ്യനാണ്. നിന്റെ വേറിട്ട ജീവിതം എന്ന് പറയുന്നത് നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പര്യായമായിരിക്കണം. നന്മയുടെ പര്യായം,
പറയാൻ സാധിക്കണം, അവന്റെ ക്രിസ്ത്യാനിയാ, അവൻ കള്ളം പറയില്ല, അവന്റെ ക്രിസ്ത്യാനിയാ, അവൻ മോഷ്ടിക്കില്ല. നാം ഇന്ന് ഓർക്കണം, സീരിയലുകളിലും സിനിമകളിലും ബോധപൂർവം അതിന്റെ കഥാകൃത്തന്മാര് കഥ എഴുതുമ്പോൾ അതിനകത്ത് ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെ ചിത്രീകരിക്കുവാൻ ക്രിസ്ത്യാനിയെ ഉപയോഗിക്കും, അവന്റെ പേര് ഉപയോഗിക്കും. അവന്റെ കഴുത്തിൽ ഒരു കുരിശ്, പുണ്യമായ കുരിശ്, രക്ഷയുടെ അടയാളമായ കുരിശ് അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും. കൊള്ളക്കാരന്റെ കഴുത്തിൽ, കൊലപാതകയുടെ കഴുത്തിൽ, മദ്യപാനിയുടെ കഴുത്തിൽ, വ്യഭിചാരിയുടെ കഴുത്തിൽ കുരിശ് കെട്ടിത്തൂക്കും. പുണ്യമായ രക്ഷയുടെ അടയാളത്തെ തിന്മയായ പാപത്തിന്റെ കഴുത്തിൽ കെട്ടിക്കൂട്ടുന്ന ചരിത്രമാണ് നമുക്കുള്ളത്. എന്നാൽ സത്യമായിട്ടും ഒരു ക്രിസ്ത്യാനിക്ക് ലോകത്തിന്റെ സാക്ഷിയായി തീരാൻ സാധിക്കണം. തിന്മപ്പെട്ട ലോകത്തിന് അന്ധകാരത്തിൽ ജീവിക്കുന്ന ജീവിതത്തിന്റെ പ്രകാശമാണ് ക്രിസ്ത്യാനി. ഈ സമൂഹത്തിലെ ഓരോരുത്തരും പറയണം, ക്രിസ്ത്യാനിയാണ്, അവർ പാപത്തിന് വേണ്ടി നടക്കില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ യേശുവിന് സാക്ഷികളാകുവാൻ, യോഹന്നാനെ പോലെ യേശുവിന് സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കട്ടെ. 2026 സാക്ഷ്യത്തിന്റെ ഒരു ജീവിതമായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.